ഇന്ന് ഞാൻ ഞണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിനായി 1 കിലോ ഞണ്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി 5-6 വെള്ളത്തിൽ കഴുകി വച്ചിരിക്കുന്നു. ഞണ്ട് എങ്ങനെ വൃത്തിയാക്കാമെന്ന് ഞാനൊരു വീഡിയോ പിന്നെ ഇടാം. പിന്നെ ഇത് റോസ്റ്റ് ചെയ്യുന്ന ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു 8 തൊട്ട് 10 അല്ലി ചെറിയ വെളുത്തുള്ളി ചതച്ചത്, ഒരു മീഡിയം കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 4 മീഡിയം സവാള അരിഞ്ഞത്, ഒരു തക്കാളി, ഒരുവിധം വലിയ തക്കാളി അരിഞ്ഞത്, ഒരു 10-15 കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, ഒരു തണ്ട് ആദ്യം ചേർക്കണം, അടുത്ത് നമുക്ക് ലാസ്റ്റ് ചേർക്കാനായി 3 പച്ചമുളക് കീറിയത്. പിന്നെ മസാലപ്പൊടികൾ: മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കടുക്, പെരുംജീരകം, ഉപ്പ്, വെളിച്ചെണ്ണ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായി സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടിത്തീരുമ്പോൾ അതിലേക്ക് ഏകദേശം ഈ സ്പൂണിന് 1 ടീസ്പൂൺ പെരുംജീരകം ചേർക്കാം. ലോ ഫ്ലെയിമിൽ ആക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 3 പച്ചമുളകും ചേർക്കാം. ചേർത്ത് ഒന്ന് വഴറ്റാം. ഈ സമയം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഓയിലിൽ കിടന്നൊന്ന് മൂക്കട്ടെ. ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് വഴറ്റാം. എല്ലാം കൂടെ വെളിച്ചെണ്ണ കിടന്നൊന്ന് മൂക്കുമ്പോൾ നമുക്ക് സവാള ചേർക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. ഈ സമയം നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഒന്ന് വഴലട്ടെ. ലോ ഫ്ലെയിമാക്കി അടച്ചു വെച്ച് ഉള്ളി ഒന്ന് വഴറ്റാം. ഉള്ളി ഒന്ന് വാടുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ചേർക്കാം. അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം.
അടച്ച് വെച്ച് വീണ്ടും നമുക്ക് ഒന്ന് വഴറ്റാം. പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. ഉള്ളിയെല്ലാം ഒരുവിധം വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുരുമുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് എരിവെള്ള മുളക് പൊടി കുറച്ചേ ചേർക്കും. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യും. പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്യും. പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഞണ്ട് ചേർക്കാം. ഞണ്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യാം. അടച്ചു വെച്ചൊരു 8 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാം. പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് എല്ലാം കൂടെ ഒന്ന് എല്ലാത്തിൻ്റെ കളർ മാറി ചുമന്ന കളറായിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് നോക്കാം. ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിക്കാം. പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇടയ്ക്ക് പാത്രം തുറന്ന് നോക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കണം. ഞാൻ പറയാൻ വിട്ടുപോയി. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യും. ഞണ്ടെല്ലാം ഒരുവിധം വെന്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് വറ്റിച്ചെടുക്കണം, റോസ്റ്റാക്കണം. ഈ പാത്രം തുറന്ന് വെച്ച് നമുക്ക് റോസ്റ്റാക്കി എടുക്കാം. നമുക്ക് ബാക്കിയുള്ള കറിവേപ്പിലയും കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം.
സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പും പുളിയെല്ലാം കറക്റ്റാണ്. ഒന്നും കൂടെ വറ്റിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞണ്ട് റോസ്റ്റ് അഥവാ ഞണ്ട് മസാല റെഡി ആയിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഞണ്ട് റോസ്റ്റ് റെഡി. ഇത് അപ്പം, ചോറ്, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.